നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായിൽ 1000-ഓളം തടവുകാരെ വിട്ടയക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് 985 തടവു പുള്ളികളെ വിട്ടയക്കുവാൻ ഉത്തരവിട്ടത്. തടവുകാരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള മാനവിക സമീപനത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സമൂഹത്തിൽ ക്ഷമയും കരുണയും വളർത്താനുമുള്ള പ്രതിജ്ഞാബദ്ധതയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് അധികൃതർ പറയുന്നു. ഇതിനിടെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അനധികൃത അറവ് തടഞ്ഞിരിക്കുകയാണ് ദുബായ് നഗരസഭ. ശാസ്ത്രീയ പരിശോധന നടത്താതെ മാംസം വാങ്ങുന്നത് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ബ്രൂസലോസിസ്, ആന്ത്രാക്സ്, ക്യൂ ഫീവർ, ടോക്സോപ്ലാസ്മോസിസ്, ബോവിൻ ട്യൂബർക്യുലോസിസ്, സാൽമൊണല്ല എന്നീ രോഗങ്ങൾക്ക് പുറമെ ഈ കോളി അണുബാധയ്ക്കും അശാസ്ത്രീയ കശാപ്പ് ഇടയാക്കും. വീടുകളും പൊതുസ്ഥലങ്ങളും അനധികൃത അറവുശാലകളാക്കിയും രോഗപരിശോധന നടത്താതെ ബലിമൃഗങ്ങളെ അറക്കുന്നതും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും. അറവുമാലിന്യം അശാസ്ത്രീയമായി സംസ്കരിച്ചാൽ കുടിവെള്ളം മലിനമാക്കുമെന്നും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോസഫ് പറയുന്നു. നഗരസഭയുടെ അംഗീകാരമുള്ള എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിച്ച കശാപ്പുശാലകളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചു. 7 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് കാണിക്കരുതെന്ന് മനോരോഗ വിദഗ്ധർ ഡോക്ടർ വലീദ് അൽ ഉംറ രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ അനധികൃത കശാപ്പ് തടയാൻ നഗരസഭകൾക്ക് പരിശോധന ഊർജിതമാക്കി. ഔദ്യോഗിക കശാപ്പുകളിൽ അറവ് നടത്തുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നഗരസഭ പുറത്തിറക്കി. ന്യൂനതകളോ അസുഖം ബാധിച്ചതോ ആയ മൃഗങ്ങളെ വാങ്ങരുതെന്നും നഗരസഭ നിർദ്ദേശിച്ചു. നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളെ തിരക്ക് പരിഗണിച്ച് ദുബായ് മെട്രോ, ട്രാം എന്നിവയുടെ സമയം ദീർഘിപ്പിച്ചതായി അനധികൃതർ അറിയിച്ചു. ശനിയാഴ്ച വരെ ദുബായ് മെട്രോ പുലർച്ചെ 5 മുതൽ അർദ്ധരാത്രി 1 വരെ സർവീസ് നടത്തും. ദുബായ് ട്രാം ഇതേ ദിവസങ്ങളിൽ പുലർച്ചെ 6 മുതൽ രാത്രി 1 വരെ സർവീസ് തുടരും. അവധി ദിവസങ്ങളിലെ ബസ് സമയത്തിലും മാറ്റമുണ്ട്. അതേസമയം ഈ അവധി ദിവസങ്ങളിൽ ദുബായിൽ പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് RTI അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് പാർക്കിംഗ് സൗജന്യം. എന്നാൽ മൾട്ടി ലെവൽ പാർക്കിംഗിൽ പണം അടയ്ക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. അവധി ദിവസങ്ങളിൽ ഹാപ്പിനെസ് സെന്ററുകളും സേവന കേന്ദ്രങ്ങളും തസ്ജീൽ കേന്ദ്രങ്ങളും അടച്ചിടുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഉംറമൂൽ, ദേറ അൽ ബർഷ എന്നിവിടങ്ങളിലെ സ്മാർട്ട് കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളും RTI ഹെഡ് ഓഫീസും എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കും. അർഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് E100 ഞായറാഴ്ച വരെ സർവീസ് നടത്തില്ല. പകരം ഇബിൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലേക്കുള്ള E101 ഉപയോഗിക്കാം. ജാഫിലിയയിൽ നിന്നുള്ള E102 സർവീസ് ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. സായിദ് വിമാനത്താവളത്തിലേക്കാകും നേരിട്ട് സർവീസ് എന്നും അധികൃതർ വ്യക്തമാക്കി.